ഇബ്നു തൈമിയ്യ പുകഴ്ത്തിയിട്ട് ഉള്ളിന് നല്ല കുത്ത് കിട്ടീന്. കാരണം നമ്മൾ പുറത്തുനിന്ന് കുത്തുമ്പോൾ ഉള്ളു കലങ്ങുന്നുണ്ടല്ലോ. അപ്പം എല്ലാവരും കൂടി ഇയാളെ കുത്തിന്. ഈ എന്തിനാ അപ്പം അത് ഇപ്പം തന്നെ പറയാൻ തുടങ്ങിയത്? കുറച്ചൊക്കെ കാത്ത് കണ്ട് അവിടെ കുരുവട്ടൂരികളുണ്ട് എന്നുള്ള ബോധമല്ലേ എന്നാ ചോദിച്ചത്. അപ്പം അതുകൊണ്ട് ഒന്ന് കിടന്ന് ഉരുണ്ടാളെ അടുത്ത പ്രസംഗത്തിൽ നിന്നാണ്. ഇയാളോട് ആദ്യം പിൻവലിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഇയാളെ പിൻവലിക്കൂല. അപ്പം പിന്നെ കിടന്നൊരു ഉരുളല. ഇയാൾ പൊട്ടപ്പോയത്തം പറയും, നമ്മളത് എടുത്ത് പിടിച്ചാൽ പിന്നെ അങ്ങോട്ട് വരും, എൻ്റെ ക്ലിപ്പ് കെട്ടുമുറിക്കുകയാണ്. ഇതെന്ന് തുടങ്ങിയത്? ഇയാളുള്ള ക്ലിപ്പ് തന്നെ മുറിച്ചിട്ട് തീരുന്നില്ല. എന്നിട്ട് അപ്പം കട്ടുമുറിക്കേണ്ട ആവശ്യം. കാരണം ഇയാൾ തൊള്ള തുറന്നാൽ പൊട്ടത്തരല്ലാതെ വരലില്ലല്ലോ. ഇപ്പം ബാലുശ്ശേരിൻ്റെ ക്ലിപ്പൊക്കെ നമുക്ക് ഇല്ലാത്തുണ്ടാക്കണോ? ഇപ്പം ബാലുശ്ശേരിൻ്റെ മുന്നിൽ അയാളുള്ളത്. ഏതായാലും ഇബ്നു തൈമിയ്യ വിഷയത്തിൽ നമ്മൾ 2-3 സ്ഥലങ്ങളിൽ കാര്യമായി ഇടപെട്ടിരുന്നു. മണ്ണാർക്കാടും നമ്മളെ പേട്ടയിലും അങ്ങനെയുള്ള പ്രസംഗത്തിലൊക്കെ നമ്മളത് കൊണ്ടുവന്നപ്പോൾ അയാൾക്ക് പ്രതികരിക്കൽ നിർബന്ധമായി. സിംഹമാണ് എന്നിങ്ങനെ വിചാരിച്ച് നടന്നിട്ട് കാര്യമില്ല. ആ തോലക്കൈകൾ പിടിച്ചു പുറത്തിടും. തൽക്കാലം ജീവി അങ്ങോട്ട് മാറി. പിന്നെന്തായത് നിങ്ങൾക്കറിയാലോ. അതായി നിന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അയാൾ പ്രസംഗിച്ചത്. കഴിഞ്ഞ ദിവസം അയാൾക്ക് ബിസ്മി തൊട്ട് ഹംദ് വരെ നമ്മളെ പ്രസംഗം മാത്രമേ ഓർമ്മയുള്ളൂ, വേറൊന്നും ഓർമ്മല്ല. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്, എന്താണ് അയാളുടെ അവസ്ഥ, അയാൾക്ക് എവിടെയാണ് പിഴച്ചത് എന്ന് നമ്മൾ ഒരു ചെറിയ വിശകലനം നടത്തുകയാണ്. കുറഞ്ഞ സമയം, ബാക്കി നമുക്ക് മലപ്പുറത്തുനിന്ന് പറയാം. അപ്പോൾ അയാൾ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം അതിലയാൾ പറയുന്നുണ്ട്, ക്ലിപ്പ് തട്ടിപ്പ് നടത്തുന്ന കാലമാണ് എന്ന് പറയുന്നുണ്ട്. ഇത് പണ്ടേ ഉള്ള ഒരു മരുന്നാണ്. അതിൻ്റെ കാലം കഴിഞ്ഞു പോയിന്, അതറിയുന്നില്ല. ഇത് പണ്ടേ പറയും, ക്ലിപ്പ്, എന്ത് ക്ലിപ്പ് തട്ടിപ്പ് നടത്താൻ. ഏതായാലും അയാളൊന്ന് പറയട്ടെ. സുബ്ഹാനല്ലാഹ്, ഇപ്പോഴത്തെ കള്ളം പറയുന്ന കക്ഷികളുടെ സ്വഭാവം എന്താണ് നിങ്ങൾക്കറിയില്ലേ? ക്ലിപ്പ് മുറിക്കലാണ്. അതേ പണ്ഡിതന്മാരെ പ്രസംഗം അപ്പുറവും മുറിച്ച് ഇപ്പുറവും മുറിച്ച് കഷ്ണത്തിൽ നിന്ന് മദ്യത്തിൽ നിന്നെടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കലാണ് ഇപ്പോഴത്തരത്തിലുള്ള ദജ്ജാലുകളുടെയും കദ്ദാബുകളുടെയും സ്വഭാവം. ഏതുപോലെ ജൂതന്മാരങ്ങനെയായിരുന്നു, ക്രിസ്ത്യാനികൾ അങ്ങനെയായിരുന്നു. അവരെ കിതാബിലുള്ള പകുതി മറച്ചു വെച്ചിട്ട് യുഹരിഫൂനൽ കലിമ അൻ മവാദിഹി, അസ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. അത് തന്നെയാണ് ഇപ്പോഴും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ദജ്ജാലും കദ്ദാബുമായി വരിക, എന്നിട്ട് പഴയ കാലത്തുള്ള ആശയങ്ങളെ മാറ്റിമറിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവശനായ വാപ്പയെ പോലെയാണെന്ന് പ്രസംഗിക്കുക. ഇബ്നു തൈമിയ്യ തൗബ ചെയ്തു എന്ന് പറയാം. ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങളിലുള്ളത് ഉറപ്പില്ല, അത് അയാളുടെ കൈപ്പടയിൽ നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പ്രസംഗിക്കുക. എന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അതെടുത്ത് പ്രസംഗിക്കുമ്പോൾ കുടുങ്ങിയ വഴിയിൽ ലാസ്റ്റ് പറയുന്ന അടവാണ് ക്ലിപ്പ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. നമ്മൾ വിളിക്കുകയാണ്, ഇയാളെ മാത്രല്ല, കുല്ലുഹും മജ്മഊൻ. സുലൈമാൻ ഉസ്താദിനെ ഇസ്തിഗ്നാക്കി എല്ലാ AP സമസ്തയുടെ ലീഡേഴ്സിനെയും പേരോടിന്റെ ശിഷ്യന്മാരെയും ഞങ്ങൾ ഇബ്നു തൈമിയ്യ എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ആദർശ പോരാട്ടത്തിൽ നിങ്ങൾ പറഞ്ഞ ഒരാശയം എവിടെയെങ്കിലും മുറിച്ച് ആ ആശയത്തിന് വിരുദ്ധമായി ഞങ്ങൾ കാണിച്ചൊരൊറ്റ ക്ലിപ്പ് കാണിക്കാൻ പേരോടിനെയും അയാളുടെ അനുയായികളെയും ഞങ്ങൾ വിളിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ കാണിക്കൂ. നിങ്ങൾ മുറിക്കാതെ നടക്കൂലല്ലോ. പേരോട് 2 മണിക്കൂർ പ്രസംഗിച്ചാൽ ആ 2 മണിക്കൂർ ഇട്ട് കൊടുക്കാൻ കഴിയുമോ? കഴിയില്ല. ഒരാശയം അയാൾ പറയുമ്പോൾ ആ ആശയത്തെ നമുക്ക് എതിർക്കേണ്ടി വരുമ്പോൾ നമ്മളത് എടുത്ത് എതിർക്കും. ഇപ്പൊ നമ്മൾ എത്ര പ്രസംഗം തുടങ്ങിയിട്ട് എത്ര കാലമായി ഈ വിഷയത്തിൽ? 2013 മുതൽ പ്രസംഗരംഗത്തുണ്ട്. ഇതില് ഇപ്പോൾ 2025 കഴിയാൻ പോവാണ്. ഇപ്പൊ ഇതിന്റെ ഏതെങ്കിലും ഒരു കാലത്ത് പേരോട് ഇബ്നു തൈമിയ്യ തൗബ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇപ്പിട്ടിട്ടുണ്ടോ? ഇല്ല, കാരണം അയാളെ പറഞ്ഞില്ല.
അതിൻ്റെ അപ്പുറപ്പുറമൊക്കെ പറഞ്ഞിട്ട് അത് പറഞ്ഞില്ല. ഒരു വിഷയം അയാൾ പറയുമ്പോഴല്ലേ നമ്മളത് എടുത്തിടുക. പിന്നെ ക്ലിപ്പിടുക എന്നുള്ള സംഗതി അതാരാ തുടങ്ങിയത്? അത് ഇയാൾ തന്നെയാണ് തുടങ്ങിയത് അല്ലേ? മുജാഹിദുകൾ ക്ലിപ്പായിട്ട് വന്നപ്പോൾ നാദാപുരത്തും അതുപോലെയുള്ള സ്ഥലത്തും പേരോട് മൗലവിയാണ് ക്ലിപ്പുമായി വന്നത്. ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ആവശ്യമായ സ്ഥലം കാണിച്ച് പറഞ്ഞു കൊടുക്കുക. ഞങ്ങളെ മശായിഖന്മാർ അതിൽ കർശനമായ നിലപാടുമാണ്. പേരോടല്ല ഇനി ആരും ഒരാശയം പറഞ്ഞു പറഞ്ഞാൽ അത് കൃത്യമായ ആൾ എന്ത് പറഞ്ഞു, അയാൾ പറഞ്ഞത് ഒരു വട്ടം പറഞ്ഞു നിർത്തുകയാണോ ആവർത്തിക്കുന്നുണ്ടോ, ഇതൊക്കെ നോക്കി അയാൾക്ക് ആ വാദമുണ്ട് എന്ന് സ്ഥിരപ്പെട്ടതിൻ്റെ ശേഷമാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യല് ആ വിഷയത്തിൽ ഇടപെടൽ തന്നെ. അല്ലാതെ ഇയാളെ പ്രസംഗത്തിൻ്റെ ആശയം മാറ്റിയിട്ട് അപ്പുറപ്പുറം ഇയാൾക്ക് അതേ ഓർമ്മയുള്ളൂ, കാരണം ഇയാളതേ ചെയ്തിട്ടുള്ളൂ. പണ്ട് ഞാൻ ചെരുപ്പ് ഞാൻ എടുക്കുന്നൊക്കെ പറഞ്ഞ ക്ലിപ്പുണ്ടായിരുന്നല്ലോ. ഇയാൾ ആയത്തോതി തെറ്റിയപ്പോ തെറ്റിയ ആ വാചകമെടുത്ത് സലഫി ചോദിച്ചു, അല്ല ഇതെങ്ങനെ നടക്കും? ഇതെങ്ങനെ നടക്കും? പേരോട് ഓതിയതുപോലെയുള്ള ഒരു ആയത്ത് കാണിച്ചു തന്നാൽ ഞാൻ ചെരുപ്പെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓതിയതുപോലെ എന്നുള്ളതാണ് കട്ട് ചെയ്തിട്ട് ഈ ആയത്ത് ഖുർആൻ ഉണ്ടെങ്കിൽ വഇൻതിബിനലക്കും എന്നാക്കി. അങ്ങനെ എത്ര ഉണ്ട്? അങ്ങനെ അൻഷയിൻ അതെന്നെ തെറ്റിച്ചോതി. ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ. അപ്പൊ ക്ലിപ്പ് തട്ടിപ്പിന്റെ ആശാനാണ് മിസ്റ്റർ പേരോട്. എന്നാൽ നിങ്ങളിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യണ്ട, തുലനം ചെയ്യണ്ട. ഞങ്ങളുടെ പ്രസംഗത്തിൽ എവിടെയും നിങ്ങൾ പറഞ്ഞ ആശയം അതുപോലെ കേൾപ്പിക്കുക എന്നല്ലാതെ എവിടെയും തട്ടിപ്പ് നടത്തിയിട്ടില്ല. പിന്നെ ഒന്നുണ്ട്, ഇതിങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ഇനി ക്ലിപ്പിടൽ നിർത്തും. ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. ഞങ്ങളത് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ പ്രസംഗിക്കാൻ മൈക്കില്ലേ, സ്റ്റേജില്ലെങ്കിൽ യൂട്യൂബില്ലേ, അതിൽ കയറിയിട്ട് പറ ഞാൻ വെച്ച ക്ലിപ്പ്, അല്ലെങ്കിൽ തൊഴിൽ ഉസ്താദോ അൻവരി ഉസ്താദോ വെച്ച ക്ലിപ്പ് അതിൻ്റെ ബാക്കി ഇതാണ്, അല്ലെങ്കിൽ ഇതിന്റെ തുടക്കം ഇതാണ്, അതിനെതിരാണ് എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഏതെങ്കിലും ഒരു ഏപ്പിക്കാരൻ ദുനിയാവിലുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. വെറുതെ ഓരോ വിടലായിട്ട് ഇങ്ങോട്ട് വരിക. ഇവിടെ എന്താ ഞങ്ങൾ ആ ഇബ്നു തൈമിയെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ നമ്മൾ പറഞ്ഞ പോയിന്റ് ഏതാ? പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒന്ന് ശരിക്ക് കേട്ടോട്ടോ.